ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 16/11/2022. അപ്പം ഏഷ്യ ഒരു ട്രെൻഡിങ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ താഴത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ഒക്കെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് നമ്മുടെ ഏഷ്യയിൽ വീണ്ടും സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തിട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് നമ്മൾ FEG ഫോം ചെയ്തു. ആ FEG പിന്നീട് വന്ന് മെഡിഗേറ്റ് ചെയ്തു. അതൊരു OB മെഡിഗേഷനും കൂടാണ്. സോ ആ OB മെഡിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ OB എടുക്കാം. ലെറ്റ്സ് ടേക്ക് ദിസ്. അപ്പം OB മെഡിഗേറ്റ് ചെയ്തിട്ട് OB പ്ലസ് അപ്പം OB മെഡിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് മേളിലേക്ക് പോയി. പിന്നീട് ഇവിടെ ഒരു FEG ഫോം ചെയ്തു. അത് മെഡിഗേറ്റ് ചെയ്ത് നമുക്ക് ലണ്ടൻ വരച്ചില്ല, ലണ്ടൻ വരയ്ക്കാം. ലണ്ടൻ ലണ്ടൻ ഓപ്പൺ, ലണ്ടൻ ക്ലോസ്. അപ്പം ലണ്ടൻ ലഞ്ചാണ്. അപ്പം നമ്മൾ വീണ്ടും ഒരു FEG ക്രിയേറ്റ് ചെയ്തു. ആ FEG മെഡിഗേറ്റ് ചെയ്തു. ലണ്ടൻ്റെ 3 o'clock എന്താണ് സംഭവിച്ചത്? 3 o'clock നമുക്ക് FEG ക്രിയേറ്റ് ചെയ്ത് അത് വീണ്ടും മെഡിഗേറ്റ് ചെയ്ത് മേളിലേക്ക് പോയി. നമുക്ക് കാണാം. ആ കണ്ടിന്യൂവേഷൻ തന്നെ ആയിരുന്നു. നമ്മൾ നേരെ FEGയിൽ മെഡിഗേറ്റ് ചെയ്ത് നേരെ മേളിലേക്ക് തന്നെ പോയി. സോ FEGയിൽ മെഡിഗേറ്റ് ചെയ്ത് മേളിലേക്ക് പോയി. എന്നിട്ട് ഇതൊരു OB ആണ് അല്ലേ? ഇതൊരു OB ആണ്. OB ക്രിയേറ്റ്, പിന്നെ താഴേക്ക് ബ്രേക്ക് സ്ട്രക്ചർ, FEG മെഡിഗേറ്റ് ചെയ്തു, അത് താഴേക്ക് പോയി. അപ്പം ആ OBയുടെ എന്താണ് മിഡാണിത്, 50%. കറക്റ്റ് ആ 50%ൽ ഇന്ന് ന്യൂയോർക്ക് ഓപ്പണായി വന്ന് നമ്മുടെ ആ 50% ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഞാൻ എന്തിനോ. അപ്പം 50% വന്ന് മെഡിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി നമ്മളുടെ ന്യൂയോർക്ക്. അപ്പോൾ നമുക്കിത് മാറ്റി അങ്ങോട്ട് വെക്കാം. ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം മേളിൽ വന്ന് മെഡിഗേറ്റ് ചെയ്തു താഴേക്ക് ഇറങ്ങി. ഇത് ഞാൻ ചുമ്മാ ഒരു പേപ്പർ ട്രേഡ് എടുത്ത് വെച്ചേക്കണതാണ്. ജസ്റ്റ് ചുമ്മാ ഇവിടെ വെച്ചെടുത്തതാണത്. ഈ ഒരു മെഡിഗേഷനിൽ ഞാനത് കാണിക്കാം. അപ്പം അതെന്താ എടുത്തതെന്ന് പറയാം. അപ്പം ഇതാണ് നമ്മുടെ ലണ്ടനിൽ ഓപ്പണായി. നമ്മുടെ ന്യൂയോർക്ക് പിന്നീട് ഓപ്പണായി കഴിഞ്ഞ് ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് 5 മിനിറ്റിൽ പോകാം നമുക്ക്. അപ്പം 5 മിനിറ്റിൽ ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് ബ്രേക്ക് സ്ട്രക്ചർ വിത്ത് BMS തന്നു. ഇതൊരു MBയിൽ മെഡിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് വന്നത്. അത് മെഡിഗേറ്റ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്വിങ് ബ്രേക്ക്. അത് ബ്രേക്കർ വരച്ചാണ് ഞാൻ ഇത്. ഓക്കെ, അപ്പം ഒരു അഗ്രസീവ് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ തന്നില്ല. ഞാനത് ബ്രേക്കറപ്പ് വരച്ച് വെച്ചാണ്. ഓക്കെ, അപ്പം ഒരു 50 മിനിറ്റ് ആണോ 5 മിനിറ്റ് FEG ഫോം ചെയ്തു. ഞാൻ ഇവിടെ എൻ്റെ ലൈവ് അക്കൗണ്ടുകളിൽ ഇതിനകത്താണ് ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തത് വിത്ത് ഈ ഒരു കൺഫർമേഷനിൽ. അത് കഴിഞ്ഞ് ഞാൻ പേപ്പർ ട്രേഡിൽ ഇവിടെയാണ് എൻട്രി എടുത്തത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു പേപ്പർ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ന്യൂസ് ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ കാണുന്നത്. സോ ഞാൻ പിന്നീട് നമ്മളുടെ മെഡിഗേഷൻ കഴിഞ്ഞു. ആ ഒരു 5 മിനിറ്റിലായിരുന്നു മെഡിഗേഷൻ. പിന്നീട് വീണ്ടും 5 മിനിറ്റ് ബ്രേക്ക് വന്നു. ബ്രേക്ക് സ്ട്രക്ചർ വിത്ത് മാർക്ക് FEG. അപ്പം ഇവിടെ ഒരു 5 മിനിറ്റ് FEG ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടൊരു FEG. ഫസ്റ്റ് ഞാൻ ഈ FEGയിൽ എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡാണ് ഈ ഓടുന്നത്. ജസ്റ്റ് ഇപ്പോഴും ഓടുന്നുണ്ട്. ജസ്റ്റ് നത്തിങ് എൽസ്. ഞാൻ ഈ ട്രേഡ് എൻ്റേത് ക്ലോസ് ആയി. ഞാൻ ബാക്കി 80% വിട്ടിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു എൻ്റെ ആ ഒരു ട്രേഡ്. അതൊരു 1:5 പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1:3 ആയപ്പം അത് ക്ലോസ് ചെയ്തു. ക്ലോസ് എന്ന് പറഞ്ഞാൽ 80% എടുത്തു, ബാക്കി വിട്ടു. ഇവിടെ ആയിരുന്നു എൻ്റെ ആ ന്യൂസ് വന്നപ്പം അത് ക്ലോസ് ആയി. പിന്നീട് ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ലിക്വിഡിറ്റി ഗ്രാബ് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് തന്നെ പോകുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഭയങ്കര കൺസോൾട്ടേഷനാണ്, ശോകം പ്രൈസ് ആക്ഷനാണ്.
ഇങ്ങനെ പ്രൈസ് ആക്ഷനിൽ കയറി എൻ്റർ ആവാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലീൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും 5 മിനിറ്റ് FEG ഫോം ചെയ്തു, താഴേക്ക് ബ്രേക്ക് സ്ട്രക്ചർ തന്നു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഇത് MB എന്ന് പറയുന്നത് ഞാൻ വരച്ച് വെച്ചേക്കുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മെഡിക്കേഷൻ ബ്ലോക്കാണത്. ഓക്കെ യെസ്, ആ മെഡിക്കേഷനാണ് നമ്മളുടെ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിറങ്ങിയത്. അപ്പോൾ അത് മെഡിക്കേറ്റ് കറക്റ്റ് അതിൻ്റെ ടോപ്പിൽ കയറി അടിച്ചിട്ടുണ്ട്. സോ അവിടെ നമുക്ക് 5 മിനിറ്റിൽ എന്താണ് ലിക്വിഡിറ്റി ഗ്രാവ് വിത്ത് ബ്രേക്ക് സ്ട്രക്ചറാണ്. സോ FEG ഫോം ചെയ്തു. അവിടെ നമ്മുടെ ഇപ്പം 8:30 ന്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ സാധനങ്ങളെല്ലാം സെറ്റായി നിൽക്കും നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ കണ്ടത്. എന്നിട്ട് പിന്നെ പ്രൈസ് ഭയങ്കര കൺസോൾട്ടേഷനാണ്, ജസ്റ്റ് അലമ്പ് പ്രൈസ് ആക്ഷൻ. നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് വന്ന് നമുക്ക് താഴേക്ക് വീണ്ടും പോകാൻ സാധ്യത 1 മിനിറ്റിലാണ്. 1 മിനിറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്, ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അറിയില്ല ഇവിടെ ഇനി സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്ന്. അതുപോലെ ഇവിടെ നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞാണ് ഈ ബ്രേക്ക് സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റയർലി ബെയറിഷാണ് നമ്മൾ. സോ ഞാനത് ഉദ്ദേശിച്ചാണ്. ഈ ലിക്വിഡിറ്റിയൊക്കെ നൈസാണ്. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ചത്. പിന്നെ നമ്മുടെ മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ താഴേക്ക്, ഇത് മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ ഇവിടെ ഒരെണ്ണം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇത് ഒരെണ്ണം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങട്ടെ. അപ്പം ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. അപ്പം see you guys in next video. Stay safe. Sipping on back for the next say something. Never tell a back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking pictures.